നമസ്കാരം, വെൽക്കം ബാക്ക് പ്ലസ് ഗൈസ്. അപ്പൊ ഞങ്ങൾ NSSന്റെ ക്യാമ്പിന് വേണ്ടി സ്കൂൾ ബസ്സിലൊക്കെ കയറി പോവാണ് ഗൈസ്. സ്ഥലം ഏതാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഇനി അവിടെ എത്തുമ്പോ അറിയാം. കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ചൂടെടുത്ത് ചാത്തും പൊട്ടാടങ്ങി. അപ്പൊ ക്യാമ്പൊക്കെ അടിച്ചു പൊളിക്കാന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഗൈസ്. ഞങ്ങൾ പോയോണ്ടിരിക്കല്ല പോവാനായിട്ട് നിൽക്കുന്നത്. ഞാനുണ്ട്, ആഷ്നയുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാ പിള്ളേരും സെറ്റാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ക്യാമ്പും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ റഹിമ മിസ് വന്നിട്ട് ഓൾ ദി ബെസ്റ്റ് ഒക്കെ തരുന്നുണ്ട്. പുള്ളിക്കാരി ഒരു ദിവസം ക്യാമ്പിലോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ അശ്വി വന്നിട്ട് അവൻ്റെ പ്രസംഗമൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾ ഇന്ന് മുതൽ NSS ക്യാമ്പിൽ ആത്മാർത്ഥമായി പണിയെടുക്കേണ്ടവരാണെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ വക വളിപ്പ് കോമഡി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോകുലണ്ണം വന്നിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഗോകുൽ നമ്മുടെ NSSൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ അവൻ വന്നിട്ട് പറയുന്നുണ്ട് മതിയുടെ നിർത്തുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുറപ്പെട്ടു. 2 ബസ്സായിട്ടാണ് നമ്മൾ പോണേട്ടോ. അപ്പം ബസ്സിൻ്റെ ഇടയിൽ നല്ല രീതിക്ക് എന്താ പറയുക, അന്താക്ഷരിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കളിക്കുന്നുണ്ട്. കാരണം മാക്സിമം ഈ ട്രിപ്പ് നമ്മൾ ആസ്വദിക്കുക എന്നാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ പരമാവധി എന്താ പറയുക നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആനന്ദ് അവൻ്റെ വക ഷോ ഇറക്കുന്നുണ്ട്. പിന്നെ അവൻ എൻ്റെ പിന്നിൽ ഇത് കാണാണ്ടിരിക്കുക. അപ്പോൾ ആഷൻ അവിടെ പുറങ്ങുന്നുള്ള രീതിക്ക് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അന്താക്ഷരി ജോബിൻ്റെ വക ഷോ ഒക്കെ ഇറക്കുന്നുണ്ട്. അങ്ങനെ പകുതിക്ക് വെച്ച് നമ്മുടെ മെർബിൻ കോലഞ്ചേരിയിൽ നിന്ന് കയറിയിട്ടാണ്. അപ്പോൾ അവൾ വന്നപ്പോൾ ഒരു ലോഡ് പെട്ടിക്കായിട്ടാണ് വന്നേക്കണത്. കാർഡ്ബോർഡും പെട്ടിയും കുടച്ചക്കറൊക്കെ ആയിട്ടാണ് വന്നേക്കണത്. അങ്ങനെ അവളും കയറിയിട്ടുണ്ട്. അപ്പോൾ അവൾ അവിടെ കടയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് തിന്നാനായിട്ട്. അങ്ങനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് നേരം കിടന്നു കേട്ടോ. നമ്മുടെ ക്യാമ്പ് വരുന്നത് കുട്ടമ്പുഴ LP സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയണത് ക്ലൈമറ്റൊക്കെ നല്ല തണുപ്പായിരിക്കുന്നൊക്കെയാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാനൊക്കെ ഇറങ്ങി. അപ്പം കോതമംഗലം ചെറിയ പള്ളീൻ്റെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ അവിടെ മറ്റേ ക്രിസ്മസിൻ്റെ വിളംബര ജാഥയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. ഇത്ര ആഘോഷമായിട്ട് ക്രിസ്മസിൻ്റെ ജാഥയൊക്കെ പോകുന്നത് കാണണം കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തോരം ആൾക്കാരാണെന്നറിയോ, ഇടവകയിലത്തെ മൊത്തം ആൾക്കാർ ജാഥയ്ക്കുണ്ട്. അപ്പോൾ അത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല അടിപൊളിയായിട്ട് അവർ അറുമാദിച്ചിട്ടാണ് പോണത്. കുതിരവണ്ടിയിൽ സാൻഡിയും അതേപോലെ മറ്റേ പോപ്പ് പൊട്ടിക്കലും എല്ലാം ഉണ്ട്. അപ്പോൾ സാൻഡ ഞങ്ങളെ കണ്ടപ്പം കുറച്ച് പേര് വരാണ്ട് ചായ കുടിച്ചിട്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ സാൻഡ അവിടെ വന്നിട്ട് മിഠായും കാര്യങ്ങളൊക്കെ എറിഞ്ഞ് തരുന്നുണ്ട്, കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ പിന്നാലെ കുറേ യുവജനങ്ങൾ ചാടി തുള്ളിയൊക്കെ പോകുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ വിളംബര ജാഥ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും ഒരു കളർ കോമ്പിനേഷൻ റെഡ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് രസമായിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ, ഡാൻസൊക്കെ കളിച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു യുവജനങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക തുള്ളിച്ചാടി പോവാണ്, റബ്ബർ പാൽ കുടിച്ച മാതിരി. നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജാഥ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്. ബാക്കിൽ നമ്മുടെ നാസിക് ഡോള് അതേപോലെ തന്നെ ചിങ്കാരി മേളം, ബാൻഡ് സെറ്റ് എല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജാഥ പോയതിൻ്റെ തൊട്ട് പിന്നിലാണ് അവരൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് സ്ലോയിലാണ്, കാരണം ഡാൻസൊക്കെ കളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് സ്ലോ ആവും. അങ്ങനെ അതിൻ്റെ ഇടയിൽ പോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അവിടെ പറഞ്ഞാൽ ഇപ്പോൾ പൊട്ടും. അപ്പോൾ അതിന് പൊട്ടണ കാണാൻ നല്ല രസമാണ് കേട്ടോ. പൊട്ടി അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഈച്ച കുഞ്ഞില്ല. ആ ചേട്ടൻ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി ഇവിടെ വെച്ച് ഒരെണ്ണം കൂടി പൊട്ടിച്ചു. ഞങ്ങളത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അത് നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ സംഭവം കുറച്ച് ഡേഞ്ചറാണ്, അതിൻ്റെ ഒരു സ്മോക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ നാസിക് ഡോള് വരുന്നുണ്ട്. ട്രാഫിക് നല്ല രീതിക്ക് ഉണ്ട് കേട്ടോ, കാരണം അവിടെ തൊട്ടപ്പുറത്തൊരു ബസ് സ്റ്റാൻഡും കൂടി ഉണ്ട്. അപ്പോൾ അവിടേക്കുള്ള ബസ്സും എല്ലാം കൂടി കുറച്ച് റഷാണ്. എന്നാലും ഇതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പിള്ളേരൊക്കെ ജാതി സെറ്റ് എന്ന് പറഞ്ഞാൽ ജാതി സെറ്റാണ്. എന്താ ടിസ്റ്റടി ഈ എൻ്റെ പൊന്നു. വീട്ടുകളൊക്കെ വല്ല റബ്ബർ പാലാണോ കുടിച്ചേക്കണേന്ന് ഞാൻ വരെ ചിന്തിച്ചു പോയി. കാരണം അതേപോലത്തെ എനർജി എന്ന് പറഞ്ഞാൽ എനർജി ലെവൽ ഒരു രക്ഷയില്ല മക്കളെ. ശരിക്കും എനർജി എന്ന് പറഞ്ഞത് ഇവരെ കണ്ടുപെട്ടിക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ കുറേ ഹായ് ബൈ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഹാൻഡ് ഷേക്കൊക്കെ തരുന്നുണ്ട്. പെൺപിള്ളേരൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്നു എന്തുട്ട എനർജി. അപ്പോൾ പിള്ളേരൊക്കെ ജാതി ചില്ലാണ്. വീഡിയോ എടുക്കണുണ്ടപ്പോൾ പിന്നെ അവർ ഒന്നും കൂടി ഉഷാറായി. നല്ല രീതിക്ക് ഈ നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തിങ്ങി നിറങ്ങി പോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അവർ വക വയ്ക്കാണ്ട് അവർ ചിൽ മൂടാണ് കേട്ടോ.
സത്യം പറഞ്ഞാൽ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയത് നന്നായി, അല്ലെങ്കിൽ ഇതൊക്കെ മിസ്സായി പോയാൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൈയൊക്കെ തരുന്നുണ്ട്, ഹായ് തരുന്നുണ്ട്, ബായ് തരുന്നുണ്ട്, ഫ്ലൈയിങ് കിസ് തരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര സ്നേഹം എന്താണാവോ എന്തോ. അപ്പോൾ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത്, അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ ബാക്കിൽ പാട്ട് വെച്ച് വരുന്നുണ്ട്. അത് നല്ല കിടിലം പാട്ടുകളൊക്കെ വെച്ച് വരണം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടേ ഏതാ ശ്രദ്ധിക്കേണ്ടതെന്ന് ഒരു പിടുത്തില്ല. ചെണ്ടമേളം ശ്രദ്ധിക്കണോ, ശിങ്കാരി ശ്രദ്ധിക്കണോ, നാസിക് ഡോൾ ശ്രദ്ധിക്കണോ, DJ ശ്രദ്ധിക്കണോ. കണ്ട അതിൻ്റെ ഇടയിൽ ഒരു DJയുടെ പിന്നാലെ പിള്ളേർ ഡാൻസൊക്കെ കളിച്ച് തുള്ളിച്ചാടി പോകണുണ്ടോ. നല്ല രസമായിട്ട് കേട്ടോ. എന്തായാലും സംഭവം കിടുക്കി, ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, എന്താ കലക്കിയിട്ടുണ്ട്, പൊളിച്ചു. വയസ്സായ ആൾക്കാർക്ക് നടക്കാൻ പോലും വയ്യാട്ടോ. എന്നിട്ട് അവർ ഇതിൻ്റെ പിന്നാലെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. അപ്പോൾ അവർക്ക് അത്രയ്ക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ അതിൻ്റെ പിന്നാലെ വന്നത്. എന്തായാലും സംഗതി കിടുക്കി എന്ന് പറഞ്ഞാൽ കിടുക്കി, ഒരു രക്ഷയില്ല. അവസാനം ഞങ്ങൾ അങ്ങോട്ട് ടാറ്റ കൊടുക്കലായി, മിഠായിയൊക്കെ അവർ നമുക്ക് എറിഞ്ഞിടലായി. സാൻഡ് എറിഞ്ഞന്ന് പോയി, പിന്നെ അവർ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞത്. ബാക്കിലാണ് ചെണ്ടമേളം കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു. ഇങ്ങനെ അവർ പോണതും നോക്കി നിൽക്കുകയാണ്, കാരണം ഇതൊക്കെ ഫസ്റ്റ് ടൈം ആയിരുന്നല്ലോ. അതിൻ്റെ പിന്നിൽ ടാബ്ലോ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഔസപിതാവ് നിന്ന് ജാതി ഡാൻസ് കളിക്കുകയാണ്. ഔസപിതാവാണോ ആട്ടിടയനാണോ, ആട്ടിടയനാന്ന് തോന്നുന്നു കേട്ടോ. ആട്ടിടയൻ കിടന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ബാക്കിൽ മാലാഖിയും രാജാക്കന്മാരൊക്കെ കിടന്ന് ഉറങ്ങിയെന്നുകൊണ്ട് കേട്ടോ. ഉണ്ണീശ്വരനെ കാണാൻ വന്നിട്ട് രാജാക്കന്മാർ ഫ്ലാറ്റായിരുന്നുകൊണ്ട്. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോൾ യാത്രേൻ്റെ ഇടയിൽ മെർബിനൊരു രക്ഷയില്ല കേട്ടോ. മെർബിൻ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരുവിധം നമ്മൾ നമ്മുടെ കുട്ടമ്പുഴ GLP സ്കൂളിലെത്തി. അങ്ങനെ ഒരു കയറ്റത്തിനും ഇറക്കത്തിന് ശേഷം ഞങ്ങളുടെ സ്പോട്ടിലോട്ട് എത്തിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോന്നേക്കാട്ടോ. തുള്ളി വറച്ചിട്ടൊക്കെ ആകെ വിയർത്ത് കുളിച്ച് പപ്പട പരിപായിട്ടിരിക്കുകയാണ്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ തിരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പണികളുണ്ട്. അങ്ങനെ ഒരുവിധം ക്യൂവും കാര്യങ്ങളൊക്കെ നിന്ന് നമ്മൾ കുളിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ കുളിക്കാനൊന്നും നിന്നൊന്നുമില്ല, ആ സെറ്റപ്പിൽ തന്നെ നിന്നു, കാരണം പണിയെടുക്കാനാണല്ലോ. അപ്പോൾ നമുക്കറിയാം എന്തായാലും പണിയുണ്ടെന്ന്. അപ്പോൾ രാവിലെ തന്നെ കട്ടൻ കാപ്പി തിളപ്പിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടൻ കാപ്പി കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് ചെറിയൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ തുടങ്ങാം. അപ്പോൾ ആനന്ദ് വന്നിട്ട് ബിഗ് ബോസിൽ പോലെ രാവിലെ 6:30 മണി എന്ന് പറഞ്ഞ് അവൻ്റെ അറ്റൻഡൻസ് ഇട്ട് പോകുന്നുണ്ട്. അപ്പോൾ കാപ്പിയും കാര്യങ്ങളൊക്കെ കുടിച്ച് നമ്മൾ ഇനി അടുത്തത് ഇപ്പോഴാണ് നമ്മൾ സ്ഥലമൊക്കെ കാണുന്നത് കേട്ടോ, കാരണം ഇന്നലെ വന്നപ്പോൾ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പം ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ ബാത്റൂമൊക്കെ അറിയാമല്ലോ, പക്ഷെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോടയുണ്ട്, പക്ഷെ മഞ്ഞൊന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ ആക്ടിവിറ്റീസിലേക്കൊക്കെ കിടക്കുകയാണ്. ന്യൂസ് റിപ്പോർട്ട് അതേപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ചർച്ചിച്ചിരുന്ന് ഞങ്ങൾ ഇരിക്കുകയാണ്. ഷഫ്നയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പവി അവിടെ നോക്കിക്കുന്നുണ്ട്, അതേപോലെ തന്നെ VV ഉണ്ട്. അങ്ങനെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ രജിത മിസ് തരുന്നുണ്ട്. അതുപോലെ സലീം സാറുണ്ട്. അപ്പം ഓരോ ഗ്രൂപ്പിനും ഓരോ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കട്ട പ്രയത്നത്തിലാണ് എല്ലാവരും. അങ്ങനെ അതും കഴിഞ്ഞ് വീണ്ടും നമ്മൾ യോഗ പ്രാക്ടീസും അതേപോലെ തന്നെ ജസ്റ്റ് ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ബ്രേക്കും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഔദ്യോഗികമായി ഉദ്ഘാടിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വക ഹായ് തരലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സപ്തദിന ക്യാമ്പ് ഓൾറെഡി ഉദ്ഘാടനം ചെയ്തതാണ്, പക്ഷേ ഇവിടെ സ്കൂളിൽ വന്നിട്ട് നമ്മൾ ഉദ്ഘാടിച്ചിട്ടില്ല. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് അശ്വിൻ്റെ വക നൃത്യങ്ങളുണ്ട്. മനസ്സ് അതുപോലെ തന്നെ ആഗ്നസ് നേരിനൊരഴക് ആ പാട്ടൊക്കെ വെച്ചിട്ടാണ് കളി കേട്ടോ. അപ്പോൾ അവൻ്റെ ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ പൊക്കി പിടിച്ചിട്ടാണ് വന്നേക്കണം. അത് കാരണം ഒരു റിലാക്സേഷൻ ഉണ്ട് ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു അഡ്വക്കേറ്റിൻ്റെ നീതു വക്കീലിൻ്റെ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കാണ്. അപ്പോൾ അത്യാവശ്യ രീതിക്കൊക്കെ ഞങ്ങൾ കിടന്നിങ്ങനെ ഉറങ്ങിത്തുടങ്ങി. പിന്നെ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച അത്ര പണിയും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ മെസ്സിലുള്ളവർക്ക് നല്ല പണിയാണ്. അതിൻ്റെ ഇടയിൽ രജിത മിസ് കൊച്ചിൻ്റെ മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മെസ്സിലുള്ളവർക്ക് നല്ല പണിയാണ്, കാരണം നമ്മൾ തന്നെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ മെസ്സ് കിട്ടിയവർക്ക് നല്ല പണിയാണ്, കാരണം ഈ കണ്ട ആൾക്കാർക്ക് മുഴുവൻ വെച്ചുണ്ടാക്കണം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ക്ലീനിങ്ങിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള സ്പോട്ട് ബാക്കിലോട്ടാണ്. അപ്പോൾ ബാക്കിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നിറച്ച് പുല്ലാണ്.
അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ ഈ സ്കൂളൊന്ന് വെളുപ്പിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിലാണ്. അപ്പോൾ രജിത മിസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്ലൗസും കാര്യങ്ങളൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കട്ട വെയിറ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെയാണ്. അങ്ങനെ മിസ്സ് നട്ട നെല്ലിമര എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ്റെ ഒക്കെ പട്ടി ഷോ തുടങ്ങി. ഈ പണിയെടുക്കാൻ വേണ്ടി നിൽക്കുന്നവൻ്റെ കോസ്റ്റ്യൂം നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ അവൻ്റെ പട്ടി ഷോ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ നോക്കി നിന്ന് ചിരിക്കുകയാണ്. കാരണം അത് നിറച്ച് വള്ളിയാണ്, അവനോ വള്ളിയാണ്, അതിൻ്റെ ഇടയിൽ കൂടെ അവൻ വള്ളി പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഗ്ലൗസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പട്ടി പണി എടുക്കുന്ന നമ്മുടെ പിള്ളേർ സെറ്റാണ് കേട്ടോ. അപ്പോൾ അപർണയുണ്ട് അവിടെ. വി അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. ടാങ്കിൽ വെള്ളം നോക്കാൻ പോയേക്കണതാണ് കേട്ടോ. അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പുല്ലുപുറ. അപ്പോൾ ആഷനൊക്കെ കട്ട പുല്ലുപുറയാണ്. അതിൻ്റെ ഇടയിൽ നിറച്ച് കട്ടുറുമ്പും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ അവരുടെ വക വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഇവരുണ്ടല്ലോ കുറേ നേരമായി പുല്ല് കൊണ്ടിടുന്നു. അപ്പോൾ ഞാൻ സ്ലോ മോഷനിലൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. കാരണം അവർ പുല്ല് കൊണ്ടുപോകണം. അവൻ്റെ ഡ്രസ്സൊക്കെ പപ്പട പരിവായി ചെളിയായിട്ട്. അപ്പോൾ പുല്ലൊക്കെ കൊണ്ടിടുന്നുണ്ട് പാവങ്ങൾ. എന്തോരം കഷ്ടപ്പാടാണെന്ന്. ഞങ്ങളങ്ങനെ സ്കൂളിൻ്റെ പരിസരം മൊത്തം വെളുപ്പിച്ച് ഗൈസ് പറപ്പിച്ച് കളഞ്ഞൊക്കെ എല്ലാ പുല്ലിനെയും. അങ്ങനെ എല്ലാവരും മറ്റേ വിനോദയാത്രയിലത്തെ അവസ്ഥയാണ്. പണി എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ പണിയാണ് എല്ലാവരും. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നതൊക്കെ വെളുപ്പിച്ചു. പിന്നെ അവിടെ ഒരു ചെറിയൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ ചെരിച്ച് കളഞ്ഞ് അതിലൊരു ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾ അതൊക്കെ വെളുപ്പിച്ചു. അങ്ങനെ വൈകിട്ട് ഒരു സെഷനായപ്പം ഞങ്ങൾക്കൊരു മെൻ്റലി ഒരു റിലാക്സേഷന് വേണ്ടി ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും മൊത്തത്തിലുള്ള NSSൻ്റെ ഒരു അവലോകനമാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അതായത് ഡേ ബൈ ഡേ ഒന്നല്ല, അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്തെന്ന് മാത്രം. അപ്പം അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഗെയിമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ ഞാനും അതിൽ പാർട്ടിസിപ്പേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോരുത്തരെ വിളിച്ച് അവരുടെ ആക്ഷൻസൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് പേര് പറഞ്ഞ് അവർക്കൊരു ആക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കണം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അത് ഗ്രൂപ്പ് വൈസ് നമുക്ക് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഗിഫ്റ്റ് പാസിംഗ് ആണ്. അതായത് പാട്ടിട്ടിട്ട് ഗിഫ്റ്റ് ആരുടെ കയ്യിലാണോ അവരൗട്ടോ അങ്ങനെ. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അഭയാർത്ഥികളെ പോലെ 2 പേര് എത്തിച്ചു നോക്കുന്നുണ്ട്. അതായത് മെസ്സിലുള്ളവരാണ് കേട്ടോ. ജോൺ അവിടെ നിന്ന് എത്തിച്ചു നോക്കുന്നുണ്ട്. മെസ്സിലുള്ളവർക്കൊന്നും ഒരു രക്ഷയില്ല. തീരെ എന്താ പറയുക ടയേർഡായിപ്പോൾ. അപ്പോൾ ഞാൻ ആഷിനോട് ഒന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ വന്നു. അതായത് പറഞ്ഞ നമ്പർ പറയരുത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ ആദ്യത്തിൽ തന്നെ പോകുന്നു. പക്ഷേ അവസാനം വരെ ഞാൻ നിന്നു ഗൈസ്. അങ്ങനെ ലാസ്റ്റ് ഞാനും വേറൊരു പയ്യനും മാത്രമായി. പക്ഷേ അവൻ അത് ഗപ്പടിച്ച് കൊണ്ടുപോയി. ഞാൻ പൊട്ടിപ്പോയി. അങ്ങനെ ഞാൻ നൈസായിട്ട് വീണ്ടും എൻ്റെ സ്ഥലത്ത് തന്നെ വന്നിരുന്നു. കാരണം തോറ്റത് നമ്മൾ പറയരുതല്ലോ. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഇതേപോലെ ഒരു പള്ളിയൊക്കെ കാണാൻ പോയി. അതൊരു മലയുടെ മേളിലോട്ട്. എൻ്റെ നടന്ന് ഉപ്പാട് ഇളകി. അത് ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ താഴെ എവിടെയെങ്കിലും നോക്കിയാൽ മതി. അമ്മ അതിൽ നല്ല കയറ്റാണ്. അപ്പോൾ അവിടെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ പള്ളിയും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വീണ്ടും ഇറങ്ങി വന്നു. അങ്ങനെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നറുക്കെടുപ്പാണ് ആർക്കൊക്കെ മെസ്സ് പോകണം എന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞൊരു സർവേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് അങ്ങനെ അവസാനിച്ചു ഗൈസ് ഞങ്ങളുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ. ഗൈസ് അപ്പോൾ എൻ്റെ ക്യാമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ടാറ്റാ.